റമദാനിൽ ഒട്ടുമിക്ക വീടുകളിലും മെയിനായിട്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ആയിരിക്കുമല്ലോ നമ്മുടെ ഈ ഒരു ഒറോട്ടിയും പത്തിയൊക്കെ. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ചെമ്മീൻ മോളിൻ്റെ റെസിപ്പി എന്നിട്ട് ഇന്ന് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/4 കിലോ ചെമ്മീനിലോട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ടിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ. ഇനി ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ ഒരു ചെമ്മീൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു ഹാഫ് കുക്കാവുന്ന രീതിയിൽ ആ ഒരു ചെമ്മീൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വരില്ലേ, ആ ടൈമിൽ ജസ്റ്റ് ഒന്ന് കുക്കായി കഴിയുമ്പോൾ നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ട് ഇതിലോട്ടും ഒരു 2 ടേബിൾ സ്പൂണോളൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇതിലോട്ട് കുറച്ച് കടുകും അതുപോലെ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക് ഇതൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി ആ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലോട്ട് ഒരു മീഡിയം സൈസിലുള്ള സവാള ചേർത്ത് കൊടുക്കുക. അത് വഴറ്റാൻ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ പെട്ടെന്ന് സവാള ഒന്ന് വഴഞ്ഞ് കിട്ടുമല്ലോ. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു ചെമ്മീനും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. സവാള നല്ലപോലെ സോഫ്റ്റ് ആയതിനു ശേഷം മാത്രം ചെമ്മീൻ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലോട്ട് ഒരു അരമുറി തേങ്ങൻ്റെ കട്ടിപ്പാൽ മാറ്റി വെച്ചിട്ട് 1 കപ്പ് 2-ാം പാൽ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഗ്രേവിയിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടിയും പിന്നെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചതിൽ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ കറിവേപ്പിലയും പച്ചമുളക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഒന്ന് കുറുകി വരുമ്പം ഇതിലോട്ട് ഒരു തക്കാളി ഇതുപോലെ റൗണ്ടായിട്ട് സ്ലൈസ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതുപോലെ ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ച് കഴിയുമ്പോഴത്തേക്കും നല്ലപോലെ ഒന്ന് കുറുകി വരും കേട്ടോ. ഇനി ഇതിലോട്ട് 1/2 കപ്പ് കട്ടിയുള്ള 1-ാം പാലും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് തിള വരുന്ന സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ച് വെക്കുക. കുറച്ച് കഴിയുമ്പോൾ നല്ല തിക്കായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള പ്രോൺസ് മോളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. താങ്ക് യു.